പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടവനായ നമ്മുടെ രക്ഷകനായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ആത്മരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെ ഓർക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെയാണ് എല്ലാ യാമപ്രാർത്ഥനകളും യാതൊരു തടസ്സവും കൂടാതെ ഒരു ദിവസം പള്ളിയിൽ ചെലവഴിച്ച് നാം അർപ്പിക്കുന്നതും അതിൻ്റെ അവസാനം കർത്താവിൻ്റെ രക്ഷാകരമായ സ്ലീബായുടെ ആഘോഷം നാം നടത്തുന്നതും. ക്രിസ്തു നമുക്ക് വേണ്ടി ഗോകുൽത്തായിൽ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടവനാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് അറുക്കപ്പെടുകയായിരുന്നു. രോമം കത്തിരിക്കുന്ന മുമ്പിൽ ചെമ്മരിയാട് പോലെ മൗനമായി നിന്നുകൊണ്ട് താൻ നേരിട്ട പരിഹാസങ്ങളും അക്രമങ്ങളും ഒക്കെ സഹിച്ച നമ്മുടെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും സഹിച്ചത്. 1 കൊരിന്ത്യർ 1:18 ഗലാത്യരോട് പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും കുരിശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഏറ്റുപറയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കുരിശിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ ടൈറ്റിൽ ദ ഹോപ്പ് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ യാതനകളും അവിടെയായി വിവരിക്കുന്നുണ്ട്. തൻ്റെ സെമിനാരി ദിനങ്ങളുടെ ഇടയിൽ ശ്വാസകോശത്തിലുണ്ടായ സിസ്റ്റ് മാറ്റപ്പെടുന്ന വേളയിൽ തന്നെ ആശ്വസിപ്പിച്ച ഒരു മുതിർന്ന കന്യാസ്ത്രീ പറഞ്ഞ വാചകങ്ങൾ പിതാവ് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ കർത്താവിൻ്റെ കുരിശിൻ്റെ കഷ്ടതയുടെ പങ്കാളിയായി തീരുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടതകളും യാതനകളും ക്ലേശങ്ങളും നിരാശകളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ഒരു അംശം നാം വഹിക്കുകയാണ് എന്ന് ഓർക്കണം. ഓരോരുത്തരും തന്നെത്താൻ തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് അതിൽ കൂടെ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ ലോകത്തിൽ ധാരാളം അതിക്രമങ്ങളും ധാരാളം അഴിമതികളും ധാരാളം ആളുകളുടെ കഷ്ടതയും നാം കാണുന്നു. ഉക്രൈനിലെ ആളുകൾ, ഗാസയിലെ ആളുകൾ, യുദ്ധത്തിൻ്റെ ആ വലിയ തീവ്രമായ ക്ലേശങ്ങൾ കൂടെ കടന്നു പോകുന്ന അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലെ അടുത്ത തലമുറ കടന്നു പോകുന്ന ലഹരിയുടെയും അക്രമങ്ങളുടെയും ജീവിതം അവസാനിപ്പിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ ലഹരിയിലേക്ക് കടന്നു വരുവാനും അവരുടെയൊക്കെ ജീവിതം രൂപാന്തരത്തിലായി തീരുവാനും തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.